ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവ പ്രതിഭയായ എസ്റ്റവായോ വില്ലന് പരിക്കേറ്റത് ബ്രസീലിയൻ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമായിരുന്നു. വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുന്നത്. സർജറി നടത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. സർജറി നടത്തിയാൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടമാകും. സർജറി നടത്താതെ പരിക്കിൽ നിന്ന് മുക്തനാവാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ചെൽസിക്ക് വലിയ താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഏതായാലും എസ്റ്റവായോ വില്ലനുമായി ബന്ധപ്പെട്ട പുതിയ ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജാക്ക് റോസർ നൽകിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിൽ കളിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അത് എസ്റ്റവായോ വില്ലൻ കൈവിട്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് താരവുമായി ബന്ധപ്പെട്ട ഒരു സോഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് വളരെ വേഗത്തിൽ തന്നെ എസ്റ്റവായോ വില്ലന്റെ റിക്കവറി നടക്കും എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമയം കുറവാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇതാണ് എസ്റ്റവായോ വില്ലനുമായി ബന്ധപ്പെട്ട ഒരു സോഴ്സ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ റിക്കവർ ആകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എസ്റ്റവായോ വില്ലനും അദ്ദേഹത്തിന്റെ ക്യാമ്പും ഉള്ളത്. വരുന്ന 18-ാം തീയതി ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുന്ന സ്ക്വാഡിനകത്ത് ഇടം നേടാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ എസ്റ്റവായോ വില്ലന്റെ ക്യാമ്പിനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആഞ്ചലോട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് ആഞ്ചലോട്ടിയുടെ നിലപാട്. അതിപ്പോ നെയ്മർക്ക് മാത്രമാണോ ബാധകം, അതല്ലെങ്കിൽ എസ്റ്റവായോ വില്ലനെ പോലെയുള്ള താരങ്ങൾക്ക് ബാധകമാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.